അങ്ങനെ സ്വന്തം അമ്മൂമ്മയ്ക്കെതിരെ അഹാന കൃഷ്ണ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിനൊരു അവസാനമില്ലെന്ന് തോന്നുന്നു. ഇത് ഓൾറെഡി ക്ലോസ് ചെയ്ത ഒരു ചാപ്റ്റർ വീണ്ടും കുത്തി തുറക്കുന്ന ഒരു പരിപാടിയാണ് അഹാന ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ഇവര് തമ്മിൽ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തതാണല്ലോ. അതിന് പിന്നാലെയാണ് വീണ്ടും പ്രശ്നങ്ങൾ കുത്തിപ്പോക്കുന്ന രീതിയിൽ ചില വെളിപ്പെടുത്തലുകളുമായി അഹാന രംഗത്ത് വരുന്നത്. ഇനി ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഇനി അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് വിശദീകരണത്തിലേക്ക് കടക്കാം. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ അഹാനയുടെ കസിൻ ആയിട്ടുള്ള തെൻവി കാനഡയിൽ സെറ്റിൽഡ് ആണ്. അങ്ങനെ പുള്ളിക്കാരി പെട്ടെന്ന് ഒരു ദിവസം വീഡിയോ ചെയ്യുകയാണ്. നാട്ടിൽ അമ്മൂമ്മ ഒറ്റയ്ക്കാണ്, അവരെ നോക്കാൻ ആരുമില്ല. അച്ചാച്ച മരിച്ചതിന് ശേഷം അമ്മൂമ്മയെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, അതിനാൽ ഞാൻ അമ്മൂമ്മയെ നോക്കാൻ വേണ്ടി നാട്ടിലേക്ക് വരികയാണ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഒരു വീഡിയോ അങ്ങ് ചെയ്തു. അതോടെ സിന്ധു കൃഷ്ണക്ക് വൻ രീതിയിലുള്ള സൈബർ അറ്റാക്ക് കിട്ടാൻ തുടങ്ങി. അതിന് പിന്നാലെ തൻവിക്കും അമ്മൂമ്മയ്ക്കും എതിരെ ചില വെളിപ്പെടുത്തലുകളുമായി അഹാന രംഗത്ത് വരുന്നു. അതിന് മറുപടിയായിട്ട് തൻവിയും അമ്മൂമ്മയും കൂടി രംഗത്ത് വരുന്നു. അഹാനയും അമ്മൂമ്മയും തമ്മിലുള്ള ചാറ്റ് പുറത്തുവിടുന്നു. ചാറ്റ് എന്ന് പറയുമ്പോൾ ചാറ്റിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവർ പുറത്തുവിടുന്നത്. അത് കണ്ടവർക്ക് അറിയാം ആ ചാറ്റിൽ എന്തൊക്കെയാണ് അഹാന അമ്മൂമ്മയെ വിളിക്കുന്നത്. എടി വസന്തെ പട്ടി എന്നൊക്കെയുള്ള രീതിയിലാണ് അഭിസംബോധന ചെയ്യുന്നത് അല്ലേ. എന്തായാലും ഈ ചാറ്റ് പുറത്തുവന്നതോടെ അഹാൻ അങ്ങ് എയർലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിനെല്ലാം പിന്നാലെയാണ് തൻവിയും അഹാനയും തമ്മിൽ ഒരു കോംപ്രമൈസ് ടോക്ക് നടത്തി പരസ്പരം ചെയ്ത വീഡിയോകൾ മുക്കുന്നത്. ഇതെല്ലാം 2 ആഴ്ച മുന്നേ സംഭവിച്ച കാര്യങ്ങളാണ്. ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തതാണ്. അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോ വീണ്ടും ആ ചാപ്റ്റർ കുത്തി തുറക്കുന്ന രീതിയിൽ ചില വെളിപ്പെടുത്തലുകളുമായി അഹാന രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ ഇത്തവണ ഒരു വീഡിയോ ആയിട്ടല്ലേ കേട്ടോ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴിയാണ് പുള്ളിക്കാരി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒരു 8 പേജോളം നീണ്ടു നിൽക്കുന്ന പോസ്റ്റാണ് ഇത്. ഇംഗ്ലീഷിലാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. കുഴപ്പമില്ല, ഞാനത് മലയാളത്തിൽ വിവർത്തനം ചെയ്തുതരാം. അപ്പൊ അഹാനയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും അതീവ വേദനാജനകമായിരുന്നു. ഞങ്ങളെ അത് മാനസികമായി തളർത്തുന്നതായിരുന്നു. കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ പാടില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്നും ജീവിച്ചിരുന്നത്. അതിനാൽ വീട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യം പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയത് ഞങ്ങളെ വളരെയധികം ബാധിച്ചു. വികാരങ്ങൾ അതിര് കടക്കുമ്പോൾ പലപ്പോഴും യുക്തിയേക്കാൾ ഹൃദയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പലപ്പോഴും പ്രതികരിച്ചു പോകാറുള്ളത്. എന്റെ അമ്മയെ അന്യായമായ ആളുകൾ വിമർശിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പ്രതികരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു പക്ഷേ ഞാൻ മിണ്ടാതിരിക്കണമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സത്യസന്ധമല്ലെന്ന് ഞാൻ വിശ്വസിച്ച ഒരു തെറ്റിദ്ധാരണയുടെ ഭാരം എന്റെ കുടുംബം ചുമക്കേണ്ടി വന്നേനെ. അന്നത്തെ സാഹചര്യത്തിൽ സത്യാവസ്ഥ പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണ തിരുത്തുക മാത്രമാണ് ഞാൻ ചെയ്തതെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അതിനപ്പുറം എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു അപ്പോഴത്തെ എന്റെ ചിന്താഗതി. എന്നാൽ പിന്നീട് സംഭവിച്ചത് വ്യാജ ആരോപണങ്ങളും നുണകളും ഇല്ലാത്ത ചില കഥകളും അതീവ സ്വകാര്യമായിട്ടുള്ള ചില ചാറ്റുകളും പൊതുസമൂഹത്തിന് മുന്നിൽ എത്തുന്നതായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ചില ആളുകൾ പറഞ്ഞതും ചെയ്തു കൂട്ടിയതുമായിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് ഞാൻ മുൻകൂട്ടി മനസ്സിലാക്കിയില്ല. ചിലർ സ്വന്തം വാക്കുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാറില്ല. അവർ പുതിയ കഥകൾ മെനഞ്ഞെടുത്ത് ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുന്നു. കാരണം അത്തരത്തിലുള്ള കഥകൾ ആസ്വദിക്കാനും പ്രചരിപ്പിക്കാനും താല്പര്യമുള്ള നിരവധി ആളുകൾ ഇന്റർനെറ്റിൽ ഉണ്ടെന്ന് അവർക്കറിയാം. അതൊന്നും ഞാൻ മുൻകൂട്ടി കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇതെല്ലാം സംഭവിക്കാമെന്ന് ഞാൻ കരുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ മൗനം പാലിക്കാൻ തീരുമാനിച്ചേനെ. പിന്നെ എന്റെ അമ്മമ്മയെ വ്യക്തിപരമായി അറിയാവുന്നവർക്ക് ഇതൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. എന്നാൽ നിങ്ങളിൽ പലർക്കും ഞാനും എന്റെ കുടുംബവും വർഷങ്ങളായി പങ്കുവച്ച കണ്ടന്റുകളിലൂടെയാണ് എന്റെ മുത്തശ്ശിയെ അറിയുന്നത്. അതിനാൽ നിങ്ങൾക്ക് ചെറിയൊരു വിശദീകരണം നൽകേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. 2025 ഒക്ടോബറിൽ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറി. ചില നിർഭാഗ്യകരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറി. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്റെ മുത്തശ്ശിക്ക് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ കുറച്ചു പേര് മുത്തശ്ശിയുമായിട്ടുള്ള ബന്ധം വഷളായി. ഞാൻ എന്റെ മുത്തശ്ശിയോട് ഒരു പ്രത്യേക രീതിയിൽ സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്റെ അമ്മൂമ്മ തന്നെയാണ്. ഒരു മനുഷ്യനോടും സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചത്. അവർ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്തതും ലിമിറ്റ് ക്രോസ് ചെയ്യുന്നതുമായിരുന്നു. അവ ഭയങ്കര അശ്ലീലവും ലൈംഗികവും അപമാനിക്കുന്നതും മനുഷ്യത്വം നിഷേധിക്കുന്നതുമായിരുന്നു. സ്വന്തം അമ്മൂമ്മയുടെ വായിൽ നിന്നും അത്തരം വാക്കുകൾ കേൾക്കേണ്ടി വരുന്നത് എനിക്കൊരിക്കലും ഉൾക്കൊള്ളാനാവില്ല. ആ വാക്കുകൾ ഇവിടെ ആവർത്തിക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. കാരണം ഈ വിരൂപതയ്ക്ക് വീണ്ടും ആക്കം കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എന്റെ അമ്മൂമ്മയുടെ ആ വാക്കുകൾ, അത് കാരണം എന്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ട മുറിവുകൾ, അത് വളരെ കാലം എന്നോടൊപ്പം തുടരുക തന്നെ ചെയ്യും. ബഹുമാനം എന്ന് പറഞ്ഞ കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രായമോ ബന്ധമോ സ്ഥാനമോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അപമാനിക്കാനുള്ള അവകാശമല്ല. അതുപോലെ തന്നെ തിരിച്ചൊന്നും ചെയ്യാതെ ബഹുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയും ശരിയല്ല. ആരിൽ നിന്നായാലും മാപ്പർഹിക്കാത്ത അനാദരവ് നിശബ്ദമായി സഹിക്കാതെ എനിക്ക് വേണ്ടി നിലകൊള്ളാനാണ് എന്നെ വളർത്തിയത്. ഇനി ഇതെല്ലാം പണത്തെ ചൊല്ലിയുള്ള തർക്കമാണെന്നുള്ള രീതിയിൽ ചിലർ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് സത്യമല്ല. ഞാനും എന്റെ സഹോദരിമാരും സ്വന്തം അധ്വാനത്തിലൂടെ ജീവിതം കെട്ടിപ്പടുത്തണമെന്ന് വിശ്വസിച്ചവരാണ്. മാതാപിതാക്കളെയോ മുത്തശ്ശിമാരെയോ സാമ്പത്തിക ഉറവിടമായി ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. സ്വന്തം പ്രയത്നത്തിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്ന സ്ത്രീകളാണെന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. സാമ്പത്തിക നേട്ടങ്ങളുടെ
അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരിക്കലും ബന്ധങ്ങളെ വിലയിരുത്തിയിട്ടില്ല. ഈ പ്രശ്നങ്ങളുടെ കാരണം അതൊന്നുമല്ല. എന്റെ അമ്മൂമ്മ അവരുടെ ഫോണിൽ ഞാൻ അയച്ചു തന്ന രീതിയിൽ വായിച്ചു കേൾപ്പിച്ച ചില ചാറ്റുകൾ നിങ്ങൾ കേട്ട് കാണും. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഞാൻ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ അങ്ങനെ മറുപടി പറയാൻ കാരണമായിട്ടുള്ള യഥാർത്ഥ സന്ദേശങ്ങളും സംഭാഷണങ്ങളും മറച്ചു വെച്ച് ഒരാളുടെ മറുപടികൾ മാത്രം വായിച്ചു കേൾപ്പിക്കുന്നത് ശരിയാണ്? അതുപോലെ തന്നെ എന്റെ കസിൻ കുടുംബത്തിലെ സ്വകാര്യ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ച ചില സന്ദേശങ്ങളും വായിച്ചു കേൾപ്പിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ശരിയാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. സാധാരണ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. എന്നാൽ നിങ്ങൾ കേട്ടത് എന്റെ മെസ്സേജുകൾ മാത്രമായിരുന്നു. അതിന്റെ മുഴുവൻ സംഭാഷണവും നിങ്ങൾ കേട്ടിട്ടില്ല. ആ സംഭാഷണങ്ങളിൽ ചിലത് ആരംഭിച്ചത് തന്നെ എന്റെ കസിനാണ്. മുത്തശ്ശിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രത്തോളം വഷളായിരുന്നു എന്ന് അവൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. ഞങ്ങൾ ചെയ്തതെല്ലാം അവൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുക മാത്രമായിരുന്നു. യാഥാർത്ഥ്യം ഇതായിരിക്കെ സ്വന്തം സന്ദേശവും അവയുടെ പശ്ചാത്തലവും മറച്ചുവെച്ച് എന്റെ സന്ദേശങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് വായിച്ച് കേൾപ്പിച്ചത് എനിക്ക് അതീവ ഞെട്ടലുണ്ടാക്കി. ഇതിലൂടെ എനിക്കൊരു കാര്യം വ്യക്തമായി. ഈ ആരോപണവും മറ്റു പല ആരോപണങ്ങളെയും പോലെ സത്യം എന്തായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഇമ്പോർട്ടൻസ്. അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ച നുണകളെ ഞാൻ ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രം എന്നെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എനിക്കെതിരെ ഉയർന്ന ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളിൽ ഒന്ന് ഞാൻ എന്റെ അമ്മൂമ്മയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ്. അത് പൂർണ്ണമായും കള്ളമാണ്. അവർ പരാമർശിക്കുന്ന സംഭവം എന്റെ മുത്തച്ഛൻ മരിച്ച് 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ കണ്ടുമുട്ടിയ ദിവസമാണ്. അന്ന് എന്റെ അമ്മയും സഹോദരിമാരും ഞങ്ങളുടെ അടുത്ത ചില സുഹൃത്തുക്കളും കൂടി മുത്തശ്ശിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് പല ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മുത്തശ്ശി എന്നതിനാൽ മുത്തശ്ശിയുമായി സംസാരിക്കുന്ന സമയത്ത് സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നത് ഞങ്ങൾ പതിവാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ചയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള സംഭാഷണത്തിലെ മുഴുവൻ റെക്കോർഡിംഗ്സും ഞങ്ങളുടെ കൈവശമുണ്ട്. അന്ന് യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്നുള്ളത് വ്യക്തമായ ആ റെക്കോർഡിംഗ്സിലുണ്ട്. ഇപ്പൊ എനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് എനിക്കെതിരെ വേറെയും നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവയെല്ലാം കള്ളമാണ്. സത്യം സന്ദേശങ്ങളിലും റെക്കോർഡുകളിലും സുരക്ഷിതമായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. അത് തെളിയിക്കേണ്ട ദിവസം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ തെളിയിക്കും. എന്റെ കസിൻ സംഭാഷണങ്ങൾ പുറത്തുനിന്നും കണ്ട ഒരാളായിരുന്നില്ല. അവൾ ഇതെല്ലാം ഞങ്ങളോടൊപ്പം അനുഭവിച്ച ഒരാളാണ്. മുത്തശ്ശി കാരണം അവൾക്കുണ്ടായ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം അവൾ ഞങ്ങളുടെ പിന്തുണ തേടിയിരുന്നു. അന്ന് യാതൊരു നിബന്ധനയും കൂടാതെ ഞങ്ങൾ അവൾക്കൊപ്പം നിന്നു. ആ വാട്സ്ആപ്പ് സംഭാഷണം പോലും അതിന്റെ ഭാഗമായിട്ടായിരുന്നു. എന്നിട്ട് മുഴുവൻ സത്യാവസ്ഥ അറിയുമായിരുന്നിട്ടും ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു വൃദ്ധയെ ഉപേക്ഷിച്ച ആളുകളായിട്ടാണ് എന്നെയും എന്റെ കുടുംബത്തെയും അവൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അതിലൂടെ സോഷ്യൽ മീഡിയയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ചിത്രം മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടു. 74 വയസ്സുള്ള എന്റെ അമ്മൂമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോഷ്യൽ മീഡിയയുടെ വ്യാപ്തിയോ നുണകളും വ്യാജ കഥകളും പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോൾ ഉണ്ടായേക്കാവുന്ന ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലായിക്കൊള്ളുന്നില്ല. എന്നാൽ എന്റെ കസിന് അതെല്ലാം നന്നായി അറിയാമായിരുന്നു. ഇതെല്ലാറ്റിനും ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം നുണകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കുന്നതാണ്. എന്റെ കയ്യിൽ ചാറ്റുകളും ഓഡിയോ റെക്കോർഡിംഗ്സും അടക്കമുള്ള ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വ്യാജ കഥകളും മിനിറ്റുകൾ കൊണ്ട് എനിക്ക് പൊളിച്ച് എഴുതാൻ പറ്റും. അവയെല്ലാം ഞാൻ പരസ്യമാക്കാൻ തീരുമാനിച്ചതാണ്. അങ്ങനെ ചെയ്താൽ പലർക്കുമുള്ള അഭിപ്രായങ്ങൾ അതേ വേഗത്തിൽ തന്നെ മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സ്വകാര്യ സംഭാഷണം പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ ഇത്രയും നാൾ ഞാൻ എതിർത്തുകൊണ്ടിരുന്ന അതേ കാര്യം തന്നെ ഞാൻ ചെയ്യുന്ന പോലെയാവും. ഞാൻ അങ്ങനെ ഒരാളല്ല. ഞാൻ അങ്ങനെ ഒരാളാവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. എന്നെ കുറിച്ച് തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായി പ്രസ്താവനകൾ പ്രചരിപ്പിച്ച് എന്റെ പ്രശസ്തിക്ക് കേടുവരുത്തുക എന്ന ഏക ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചതിനാൽ എന്റെ കസിനെതിരെ ഡിഫമേഷൻ അടക്കമുള്ള പൂർണ്ണ നിയമ നടപടികൾ സ്വീകരിക്കാൻ എനിക്ക് അവകാശമുണ്ട്. പക്ഷേ 2 കാരണങ്ങളാൽ ഞാൻ തൽക്കാലം അത് ചെയ്യുന്നില്ല. ഒന്നാമതായി എന്റെ കസിന്റെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന കുട്ടികൾ അവർ ഒരിക്കലും എടുത്തിട്ടില്ലാത്ത തീരുമാനങ്ങളുടെ വില അവർ കൊടുക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമതായി കുടുംബകാര്യങ്ങൾ പൊതുസമൂഹത്തിന് പോരാട്ടമാകരുത് എന്ന നിലപാടാണ് ഞാൻ ആദ്യം തൊട്ട് സ്വീകരിച്ചിട്ടുള്ളത്. കോടതി മറ്റൊരു പൊതു പോരാട്ടമാണ്. എന്റെ കുടുംബം ഇനി അത്തരൊരു പോരാട്ടം കൂടി നേരിടേണ്ടി വരാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇതിനകം ഞങ്ങൾ ഏറെ വേദനിപ്പിച്ച ഈ വിഷയത്തിൽ എന്റെ കുടുംബത്തെ ഇനിയും വലിച്ചിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ലഭിച്ച നിയമോപദേശ പ്രകാരം നടപടിയെടുക്കും. അത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതിനു മുമ്പ് ഇതെല്ലാം അവസാനിപ്പിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. എന്റെ വീഡിയോയെ കുറിച്ച് പലർക്കും അഭിപ്രായങ്ങൾ ഉണ്ടെന്നും പോസ്റ്റ് ചെയ്ത വീഡിയോ അങ്ങ് വിട്ടു കളഞ്ഞുകൂടായിരുന്നു എന്ന് പലരും ചോദിച്ചതായി എനിക്കറിയാം. സത്യം പറഞ്ഞാൽ ഞാൻ പ്രതികരിച്ചത് ഒരു വീഡിയോയോടല്ല, അതിനുശേഷം നടന്ന എല്ലാ കാര്യങ്ങളോടുമാണ്. എന്റെ അമ്മയുടെ കമന്റ് ബോക്സും ഇൻബോക്സും സ്വന്തം അമ്മ ഉപേക്ഷിച്ച മകളാണെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന മെസ്സേജുകളാൽ നിറഞ്ഞതായിരുന്നു. അത് എന്റെ അമ്മയെ മാനസികമായി തളർത്തുകയായിരുന്നു. സ്വന്തം അച്ഛന്റെ ജീവിതത്തിലെ അവസാന മാസങ്ങളിൽ അദ്ദേഹത്തെ പരിചരിക്കാനും കഴിയുന്നതെല്ലാം ചെയ്യാനും സ്വന്തം ജീവിതം സമർപ്പിച്ച സ്ത്രീയാണ് എന്റെ അമ്മ. സത്യമെല്ലാം എനിക്ക് ഉറപ്പുള്ള കഥയുടെ പേരിൽ എന്റെ അമ്മയെ പൊതുവേദിയിൽ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ഒരു മകൾ എന്ന നിലയ്ക്ക് എനിക്ക് അറിയാവുന്ന ഏക രീതിയിലാണ് ഞാൻ പ്രതികരിച്ചത്. എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഓരോ വാക്കിനോടും ഞാനൊന്ന് ഉറച്ചു നിൽക്കുന്നു. എന്റെ അമ്മയെ സംരക്ഷിച്ചതും അതിൽ ഉൾപ്പെടുന്നു. സത്യമെല്ലാം എനിക്കറിയാവുന്ന കഥകൾക്ക് മുന്നിൽ മിണ്ടാതിരുന്നതിനാൽ പ്രശംസിക്കപ്പെടുന്നതിനേക്കാൾ സത്യത്തിനോടൊപ്പം നിന്നതിൽ വിമർശിക്കപ്പെടുന്നതാണ് ഞാൻ തിരഞ്ഞെടുക്കുക. നിർഭാഗ്യവശാൽ
ചില സ്ത്രീകളെ നമ്മുടെ സമൂഹം വളരെ വേഗത്തിൽ വിധിക്കുന്നു. പരാജയപ്പെട്ട ഒരു വിവാഹത്തിൽ നിന്നും മുന്നോട്ട് പോയ ഒരു സ്ത്രീയെ സമൂഹം എളുപ്പത്തിൽ കുറ്റപ്പെടുത്തുന്നു. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച അമ്മയാണെന്ന് ഒരു സ്ത്രീയെ വേഗത്തിൽ ആരോപിക്കുന്നു. പൊതുജന അഭിപ്രായം അവൾക്കെതിരെ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗങ്ങളിൽ ഒന്നാണ്. ഒരു കുടുംബം എന്ന നിലയ്ക്ക് എന്റെ കസിനോടും അമ്മുമ്മയോടും ഞങ്ങൾ ഏറ്റവും സഹാനുഭൂതിയോട് കൂടി തന്നെയാണ് പെരുമാറിയത്. കാരണം സംഭവത്തിന്റെ മുഴുവൻ വശങ്ങളും ഞങ്ങൾ നേരിട്ട് കണ്ടവരാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അവരാരും ഉത്തരവാദികളല്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ സഹതാപം നേടാനായി സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും സ്വന്തം കുടുംബത്തിനെതിരെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ട്രോമയെ കുറിച്ച് നടക്കുന്ന ചർച്ചകളോട് പ്രതികരിക്കുകയാണെങ്കിൽ ഒരാൾ മൗനം പാലിക്കുന്നു എന്നതിനർത്ഥം അയാൾ ആഴത്തിലുള്ള വേദന അനുഭവിച്ചിട്ടില്ല എന്നല്ല. ചിലർ സ്വന്തം വേദന നിശബ്ദമായി ഉള്ളിൽ സൂക്ഷിക്കുന്നു. അവർ അത് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കുകയോ അപരിചിതരിൽ നിന്നുള്ള അംഗീകാരം തേടുകയോ ചെയ്യില്ല. എന്റെ അമ്മയുടെ വേദന വ്യത്യസ്തമായ രീതിയിലാണ് പ്രകടമാക്കുന്നത് എന്നതുകൊണ്ട് അത് യാഥാർത്ഥ്യമല്ലാതാകുന്നില്ല. ഈ ഡിപ്രഷനും ട്രോമയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഇവക്കുള്ള യഥാർത്ഥ ചികിത്സ എന്ന് പറയുന്നത് സഹാനുഭൂതി മനസ്സിലാക്കലും ബഹുമാനം കൊടുക്കലും ഒക്കെയാണ്. എന്നാൽ സ്വന്തം പ്രവൃത്തികൾക്കോ തെറ്റുകൾക്കോ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ടുള്ള കവചമായി ഒരിക്കലും അതിനെ കാണരുത്. സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കാനുള്ള വാക്കുകളായി അവയെ ഒരിക്കലും ഉപയോഗിക്കാനും പാടില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ എന്റെ മുത്തശ്ശിയുടെ വാക്ക് പ്രകാരം ഞാൻ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പേരക്കുട്ടിയായിരുന്നു. കാരണം അവരോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും അവരെ പരിചരിച്ചതും ഒരു പേരക്കുട്ടി എന്ന നിലയ്ക്ക് എന്നിൽ നിന്നും പ്രതീക്ഷിച്ചതിലും കൂടുതൽ അവർക്ക് വേണ്ടി ചെയ്തതും ഞാനായിരുന്നു. ഇതുകൊണ്ട് എന്റെ സഹോദരിമാർ അവർക്ക് വേണ്ടി വർഷങ്ങളായി ചെയ്ത സ്നേഹവും കരുതലും ചെറുതാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ അവരെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു സമയത്ത് തനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്ത ആളെന്ന നിലയ്ക്ക് മുത്തശ്ശേനെ ഒരുപാട് പ്രശംസിക്കുമായിരുന്നു. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ എന്നെ സ്നേഹിച്ചത് ഞാൻ ആരായിരുന്നു എന്നതിനേക്കാൾ അവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നതുകൊണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഞാൻ അവരുടെ ചില പ്രവൃത്തികളെ ചോദ്യം ചെയ്യുകയും മുമ്പത്തെ പോലെ അവർക്ക് പ്രയോജനപ്പെടുന്ന ഒരാളായി തുടരാതിരിക്കുകയും ചെയ്ത നിമിഷം മുതൽ ഞാൻ അവർക്ക് വേണ്ടി ഇത്രയും കാലം ചെയ്ത എല്ലാ കാര്യങ്ങളും ഒറ്റ രാത്രി കൊണ്ട് മായ്ച്ചു കളഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. എന്റെ മുത്തശ്ശി ഞാൻ അവർക്ക് വേണ്ടി ചെയ്തതെല്ലാം മറന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ ആളുകൾ അവർക്ക് ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഓർക്കാറുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലെനിക്ക് പരാതിയില്ല. ഞങ്ങൾ ഒരുമിച്ച് പങ്കിട്ട നല്ല നിമിഷങ്ങൾ അവർ മറക്കാൻ തിരഞ്ഞെടുത്തെങ്കിൽ പോലും ഞാൻ അതൊന്നും മറന്നിട്ടില്ല. അവർക്ക് വേണ്ടി ഞാൻ ചെയ്തതെല്ലാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഒരിക്കൽ ഞങ്ങൾ പങ്കിട്ട നല്ല ഓർമ്മകൾ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുകയും വിലമതിക്കുകയും ചെയ്യും. ഇനി മുതൽ എന്റെ മുത്തശ്ശിയെ പരിചരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അവർ നടത്തിയ മാനസിക പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കാനുള്ള ഏക മാർഗം അകന്നു നിൽക്കുക മാത്രമായിരുന്നു. എന്നാൽ അവർക്കിപ്പോൾ 74 വയസ്സുണ്ട്. ഈ വിവാദങ്ങൾ എല്ലാവരും മറന്നു കഴിഞ്ഞാലും അവരെ പരിചരിക്കാൻ ഒരാൾ ആവശ്യമായി വരും. എന്റെ കസിൻസ് കാനഡയിലുള്ള ജീവിതം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നത് മുത്തശ്ശിയെ പരിചരിക്കാനാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്റെ മുത്തശ്ശിയുടെ നന്മക്കായി അത് സത്യമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വീഡിയോകൾ ഇല്ലാതെ ആയി കഴിഞ്ഞാലും കാണികൾ ഇല്ലാതെ ആയി കഴിഞ്ഞാലും ആ വാക്ക് അതുപോലെ പാലിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി ഓൺലൈനിൽ കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും എന്നെ വിലയിരുത്താൻ ശ്രമിച്ചാൽ അത് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും സ്വന്തം അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. എന്നാൽ കുറച്ച് സ്ക്രീൻഷോട്ടുകളും ചില ചെറിയ ഭാഗങ്ങളും മാത്രം ഒരു കഥയുടെ പൂർണ്ണ സത്യം ഒരിക്കലും കാണിക്കില്ലെന്ന് എനിക്കറിയാം. കഥയുടെ സത്യാവസ്ഥ അറിയാതെ ഒരാളെ വിധിക്കാതിരിക്കാൻ ആളുകൾക്ക് ക്ഷമയുണ്ടായിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് എന്റെ ആഗ്രഹം. എങ്കിലും അതിൽ എനിക്ക് പരാതിയില്ല. എന്നെ യഥാർത്ഥത്തിൽ അറിയാവുന്നവർ വ്യക്തിപരമായും മറ്റെല്ലാ രീതിയിലും എന്റെ മനസ്സും എന്റെ സത്യവും അറിയുന്നവരാണ്. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചിലർ നുണകളോടൊപ്പം ജീവിക്കാൻ തിരഞ്ഞെടുക്കും. ഞാൻ സത്യത്തോടൊപ്പം ജീവിക്കാനാണ് തിരഞ്ഞെടുക്കുന്നത്. ഒടുവിൽ ആത്മാർത്ഥതയും നന്മയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്കാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറച്ചു വെക്കാനൊന്നുമില്ല, ഭയപ്പെടാനും ഒന്നുമില്ല, ആരോടും ഒന്നും തെളിയിക്കാനില്ല എന്ന ആത്മവിശ്വാസത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ ചിരിക്കാൻ ആ വിശ്വാസം എന്നെ സഹായിക്കുന്നു. എനിക്ക് പൂർണ്ണ റിപ്പോർട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. വർഷങ്ങളോളം സത്യസന്ധതയിലൂടെയും സ്ഥിരതയിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും സ്വന്തം യഥാർത്ഥ വ്യക്തിത്വത്തോട് സത്യസന്ധമായി ജീവിക്കാനുള്ള ധൈര്യത്തിലൂടെയും നേടിയെടുത്ത ഒരു നല്ല പേര് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരിക്കലും ഇല്ലാതാവില്ല. ഞാൻ ഒരിക്കലും പൂർണ്ണതയുള്ള ഒരാളാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഞാൻ യാഥാർത്ഥമായിരിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. എന്റെ കുറവുകൾ അംഗീകരിച്ചും സത്യസന്ധതയോടും കൂടി ജീവിക്കാനാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതാണ് വർഷങ്ങൾ കൊണ്ട് നിരവധി ആളുകളുടെ സ്നേഹവും വിശ്വാസവും എനിക്ക് നേടിത്തന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ആ സ്നേഹം ഞാൻ മുമ്പത്തേക്കാൾ കൂടുതൽ അനുഭവിക്കുകയും ചെയ്തു. എന്നോടൊപ്പം ഉറച്ചു നിന്ന എല്ലാവർക്കും, എന്നിൽ വിശ്വാസം പുലർത്തിയ എല്ലാവർക്കും, ഞാൻ ആരാണെന്ന് എന്നെ ഓർമ്മിപ്പിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എന്നെ സമീപിച്ച എല്ലാവർക്കും, ഒരു കഥയുടെ ഒരു വശം മാത്രം കേട്ട് എന്നെയും എന്റെ കുടുംബത്തെയും വിധിക്കാതിരിക്കാൻ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ആ ക്ഷമ നിങ്ങൾ കാണിക്കേണ്ട യാതൊരു ബാധ്യതയും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നിങ്ങൾ അത് കാണിച്ചു. അതെനിക്ക് എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്ന് വാക്കുകളിൽ വിവരിക്കാൻ കഴിയില്ല. ഞാൻ എവിടെയാണ് ഉറച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. യഥാർത്ഥ സ്നേഹവും വിശ്വാസവും പിന്തുണയും എപ്പോഴും നൽകിയ ആളുകളാൽ ചുറ്റപ്പെട്ട് ഞാൻ ഇനിയും അതേ സ്ഥാനത്ത് തന്നെ തുടരും. ഇതോടെ ഈ അധ്യായം പൂർണ്ണമായും അവസാനിപ്പിക്കാനും ഇനി വീണ്ടും അത് തുറക്കാതിരിക്കാനുമാണ് ഞാൻ തീരുമാനിക്കുന്നത്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇന്റർനെറ്റിൽ എന്നെ കുറിച്ച് പുതിയൊരു വിവാദം ഉയർന്നു പൊങ്ങിയതായിട്ട് ഞാൻ കണ്ടു. അവയിൽ ചിലത് അത്രയും വിചിത്രവും തമാശ നിറഞ്ഞതുമാണ്. അതിന് മറുപടി പറയേണ്ട ആവശ്യം പോലും തോന്നിയില്ല. മറ്റു ചിലത് ഞാനും എന്റെ സഹോദരിമാരും സ്കൂളിലോ കോളേജിലോ മറ്റുള്ളവരെ ഉപദ്രവിച്ചു എന്ന തലത്തിലുള്ള ആവർത്തിച്ചു വരുന്ന കഥകൾ പോലെ പൂർണ്ണമായും സാങ്കല്പികമായ കാര്യങ്ങൾ പോലും എത്ര ആത്മവിശ്വാസത്തോടെ സത്യം
സത്യമായി അവതരിപ്പിക്കാനാകുമെന്നതിന്റെ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് സത്യം അറിയാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരോട് എനിക്ക് ലളിതമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. ഞാൻ തിരുവനന്തപുരം ഹോളി ഏഞ്ചൽ ISC സ്കൂളിലും പിന്നീട് ചെന്നൈയിലെ MOP വൈഷ്ണവ് കോളേജിലുമാണ് പഠിച്ചത്. ദയവായി ആ സ്ഥാപനം സന്ദർശിക്കുക. ഞങ്ങളെ നന്നായി അറിയാവുന്ന ആളുകളോട് സംസാരിക്കുക. വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് സ്വയം അന്വേഷിച്ച് വസ്തുതകൾ ഉറപ്പുവരുത്തുക. വെറും ഗോസിപ്പിനായി നിലനിൽക്കുന്ന കഥകളെ അന്ധമായി വിശ്വസിക്കരുത്. സത്യം ഒരിക്കലും പരിശോധനയെ ഭയപ്പെട്ടിട്ടില്ല. അവസാനമായി, സൈബർ ബുള്ളിങ് എന്റെ സ്വയം മൂല്യത്തെ സംശയിക്കുമെന്നോ എന്റെ പ്രകാശം മങ്ങിക്കളയുമെന്നോ ഞാൻ എന്നെ കുറിച്ച് കാണുന്ന കാഴ്ചപ്പാട് മാറ്റുമെന്നോ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ വീണ്ടും ആലോചിക്കുക. സ്നേഹത്തോടെയും സമാധാനത്തോടെയും അന്തസ്സോടെയും സത്യത്തോടെയും അഹാന കൃഷ്ണ. ഇത്രയുമാണ് അഹാനെ കുറിച്ച വാക്കുകൾ. ഇതിൽ അവസാനം പറഞ്ഞത് അഹാന കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ റാഗ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ചില വോയിസ് ക്ലിപ്പുകൾ അവിടെ ഇവിടെയൊക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചാണ്. നിങ്ങളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ ആരെങ്കിലും റാഗ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിലും കോളേജിലും പോയി അന്വേഷിക്കാമെന്നുള്ള രീതിയിലാണ് അഹാന സംസാരിച്ച് വെക്കുന്നത്, അല്ലേ? ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം.